ചെടികളും പൂക്കളും ഇഷ്ടപ്പെടാത്തവർ ആരൊക്കെയുള്ളതല്ലേ? എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. അതിങ്ങനെ നിറച്ചിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തന്നെയല്ലേ. ഇത് ഞാൻ ഒരു മാസം മുൻപ് ബോഗൺവില്ല മേടിച്ച വിശേഷങ്ങളൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ നല്ലപോലെ രീതിയിൽ വലുതായി നല്ല പൂക്കളായി കേട്ടോ. അപ്പോൾ ചിലവർക്കൊക്കെ ആദ്യത്തെ പൂവ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയും കൂടിയാണ്. അപ്പോൾ പൂക്കൾ ഉണ്ടാവില്ലേ എന്നൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ചെറിയ ചെറിയ വളങ്ങളൊക്കെ ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ നമ്മുടെ സ്നേഹത്തോടെയുള്ള ഒരു പരിചരണം കൂടിയാകുമ്പോൾ അവർ നമുക്ക് നല്ല രീതിക്കൊക്കെ പൂക്കൾ ഉണ്ടാക്കി തരുന്നുണ്ട്. ഇത് ഞാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ മോൾ ഭാഗത്താണ്. പിന്നെ ഒരു ചട്ടിയിൽ തന്നെ 3-4 സൈസൊക്കെ ചെടികൾ ഞാൻ വെക്കും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പിടിച്ച് കിട്ടിയിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റി വയ്ക്കാമല്ലോ. പിന്നെ നമ്മൾ പുറത്ത് കളയുന്ന ഉള്ളിത്തോട്, സവാളത്തോട്, വെളുത്തുള്ളിയൊക്കെയാണ് അതൊക്കെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ ഇത് സെൻസൈഡിൻ്റെ ഭാഗത്ത് അഡീനിയം സെക്ഷൻ വെച്ചേക്കാണ്. ഇപ്പോൾ അഡീനിയ നല്ലപോലെ പൂക്കണ ടൈമാണ്. പൂക്കുന്നതിനൊപ്പം തന്നെ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ വെട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇലകൾ പൊട്ടിയിട്ട് നല്ല രീതിക്ക് ഉണ്ടാവും. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ. ഒരു 5-8 കളറ് നമുക്ക് അഡീനിയ നമ്മുടെ കയ്യിലുണ്ട്. എനിക്കിവിടെ നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് ഗ്യാപ്പുള്ളൂ. പക്ഷേ ആ ഗ്യാപ്പ് മുഴുവൻ ഞാൻ ഒരു വിധമൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഒരു സെക്ഷൻ ഓർക്കിഡുകൾ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചവിട്ടുപടി ഇറങ്ങുന്നിടത്ത് ഒരു കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഡ്രമ്മിൽ നമ്മൾ നാരകവും അതുപോലെ തന്നെ ചാമ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ നല്ല ഉഷാറിൽ തന്നെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ കാർ പോർച്ചിൻ്റെ ഭാഗത്ത് കാറിട്ടിട്ട് കുറച്ച് ഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ആമ്പലും പിന്നെ നമുക്ക് പൂക്കളില്ലെങ്കിൽ നല്ല ഭംഗിയിൽ നമ്മുടെ വീട്ടിൽ നിർത്താൻ പറ്റിയ ചെടികൾ വെച്ചിട്ടുണ്ട്. 2 തരം ആമ്പൽ പാത്രം നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ പണ്ടത്തെ ഒരലാണ്. അത് ഞാൻ കളഞ്ഞില്ല, ഒരു നൊസ്റ്റാളജിക്ക് വേണ്ടി അങ്ങനെ വെച്ചേക്കാണ് കേട്ടോ. ഇതുമൂലപ്പോൾ പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇലച്ചെടികളാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു സമയത്ത് നമുക്ക് റോസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അത് പിടിക്കാണ്ടായപ്പോൾ പിന്നെ ഇലച്ചെടിമേലേക്ക് അങ്ങോട്ട് മാറി. അപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ട് ഈ ഒരു ഇലകളാണ് കൂടുതൽ വെച്ച് പിടിപ്പിച്ചത്. പക്ഷേ നല്ല ഭംഗിയിലല്ലേ നമുക്ക് നിൽക്കണം കാണാനായിട്ട്. നമുക്ക് ഇത്തിരി സ്ഥലമുള്ളൂ. ഞാനൊരു നടക്കാനുള്ള വഴി മാത്രം ഇവിടെ ഇട്ടിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് മറ്റുള്ള വീഡിയോസും പിന്നെ വീട്ടിലത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ പണികളൊക്കെ ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചാമ്പയും ലൂബി ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ താഴെ കൊണ്ടുവന്ന് നട്ടതാണ്. പക്ഷേ ഇത്രയ്ക്ക് അങ്ങോട്ട് സെറ്റപ്പ് ആവുമെന്ന് അങ്ങോട്ട് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ലൂബി പൂക്കാത്ത സമയത്താണെങ്കിൽ നമ്മൾ ചാമ്പേനെ ഭീഷണിപ്പെടുത്തും. ചാമ്പ ഉണ്ടാവാത്ത സമയത്താണെങ്കിൽ നമ്മൾ ലൂബിയോട് പറയുന്നുണ്ട് ഞാൻ വെട്ടിക്കളയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഭീഷണി, നമ്മളവർ വെട്ടാനും കുത്താനൊന്നും പോകണില്ല. പക്ഷേ നമുക്ക് നല്ലപോലെ ലൂബിക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും ലൂബിക്കായി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ. ഇത് ബോഗൺവില്ലയുടെ തൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ പച്ചവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മതി. നമുക്ക് നല്ല രീതിക്ക് തൈകൾ ഇതേപോലെ 3 കൊമ്പേ വെച്ചുള്ളൂ. ആ 3നും നല്ലപോലെ ഇല പൊട്ടിയിട്ടുണ്ട്. ഇനി കുഴിച്ചിടാൻ വേണ്ടു. ഇവിടെ എന്താ അമ്മ ഇവിടെ ചെയ്യണേന്ന് നോക്കിയിട്ട് ഒരുത്തനോടെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബാക്ക് ഭാഗത്ത് കുറച്ച് മുളകിൻ്റെ ഭാഗത്താണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത്രയും നല്ല ചെടീനെ എന്തിനാണ് വെട്ടിയെന്ന്. ഇവരെ നമ്മളിങ്ങനെ വെട്ടി നിർത്തിയാലാണ് നമുക്ക് വീണ്ടും ഇലകൾ പൊട്ടിയിട്ട് നല്ല രീതിക്ക് മുളകും തൈ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെ ചുറ്റിലും നിറച്ച് മുളകുണ്ടായി നിൽക്കുകയാണ്. നമ്മളിങ്ങനെ ഈ ചെടി ഇങ്ങനെ വലുതായി പൊക്കോട്ടെ എന്നങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ അത് അവർക്കൊരു വളവും ചെയ്യും, നമുക്കതൊരു ഇഷ്ടക്കേടാവും ചെയ്യും. അപ്പോൾ ഞാനിങ്ങനെ നിർത്തും. പിന്നെ ഈ കവർ വെച്ചിരിക്കുന്നത് നമ്മുടെ തുരപ്പിന് ഒടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു സൂത്രം എല്ലാവരും കണ്ടുവെച്ചോട്ടോ. നമ്മൾ ഈ ചെടികളുടെ എവിടെയെങ്കിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തുരപ്പൻ്റെ ശല്യം നമുക്ക് ഒഴിവായി കിട്ടും. പിന്നെ നമുക്ക് തലേദിവസത്തെ ഉപ്പിടാത്ത കഞ്ഞിവെള്ളം, പിന്നെ ഉള്ളിത്തോട്, സവാളത്തോട് ഇതൊക്കെയാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ഇതും അതേപോലെ വെട്ടി നിർത്തിയപ്പോൾ ചൂഞ്ഞ മുളകാണ് നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ. ആ മുളകൊക്കെ നമുക്ക് ഉണ്ടായി നിൽക്കണം തന്നെ കാരണം എനിക്ക് പൊട്ടിക്കണേക്കാളും കൂടുതൽ ഇങ്ങനെ മുളകും തൈയും ഇങ്ങനെ ഉണ്ടായി നിൽക്കണത് കാണാനാണ് ഇഷ്ടം. എനിക്കങ്ങനെ പൊട്ടിക്കുന്നത് വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഇത് എന്താ മുളകിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കിളിപ്പച്ച കളറിൽ ആണ്, നല്ല എരിവുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഇത് പിന്നെ ഇവർക്ക് കൊടുക്കണ വളം ഇത് സാഫാണ് കേട്ടോ. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ 1 ടീസ്പൂൺ കലക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുക. ഇത് പിന്നെ നമ്മുടെ ചാണകപ്പൊടി. അപ്പോൾ നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ വീടിന് ചുറ്റും ഈ പറഞ്ഞ രീതിക്ക് തന്നെയാണ് നമുക്ക് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് കേട്ടോ.
താഴത്ത് സ്ഥലം ഇല്ലാതെ ആയപ്പോഴാണ് നമ്മളിത് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ പറ്റാവുന്ന സ്ഥലമൊക്കെ ഞാൻ ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് ചെടികൾ വെക്കണമെന്നുണ്ട്, പക്ഷെ നമുക്ക് സ്ഥല സൗകര്യം മൂലം നമ്മളിവിടെ നിർത്തി വെച്ചേക്കാണ്.